ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ആക്സസറി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഗോഡോക്സിൻ്റെ V860 എന്ന് പറയുന്ന ഒരു ഫ്ലാഷാണ്. ക്യാമറ മൗണ്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാഷാണ് ഇത്. V860യുടെ 3rd gen ആണ്. ഈ എസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സോണി ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സീരീസ് ആയതുകൊണ്ട് സോണി മൗണ്ട് ആണ്. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ഈ ഒരു ഫ്ലാഷിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ സാധാരണ AD200 വെച്ചാണ് ഫ്ലാഷ് ഫയർ ചെയ്യുന്നത്. അപ്പം വെഡ്ഡിങ് ആണെങ്കിലും മറ്റു ഫംഗ്ഷൻ ആണെങ്കിലും AD200 ആണ് ഉപയോഗിക്കാറ്. അപ്പം അതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെപ്പോഴും നമ്മുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് കാണണമെന്നില്ല. അപ്പോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ തന്നെ അത് ബുക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി വെക്കുന്നതും തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കത് കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതായിരിക്കും ബെറ്റർ. കാരണം നമ്മളിത് എപ്പോഴും ക്യാമറ മൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. പിന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. മറ്റേ നമ്മൾ AD200 രണ്ട് സൈഡിൽ നിന്ന് വെച്ച് ഷാഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കിട്ടുന്ന ഒരു സാധനം എനിക്ക് ഇതിൽ കിട്ടൂല. ഡിമ്മായിട്ടിരിക്കുന്ന ഫോട്ടോസിനെക്കാട്ടി നല്ലത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് കുറച്ച് ഹാപ്പി ആവുന്നത്. നമ്മളിത് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലാഷ് ഇതിനകത്താണ് വരുന്നത്. ഇത് ഫ്ലാഷാണ്. ഇതാണ് നമ്മുടെ ഫ്ലാഷ്, കണ്ടില്ലേ? V860 എന്ന് പറയുന്ന ഫ്ലാഷ്. കൊള്ളാം, അടിപൊളി. ഇതിൻ്റെ ചാർജറാണ് C ടൈപ്പ് ചാർജറാണ്. നമ്മുടെ ഫോണിൻ്റെ ഒക്കെ അഡാപ്റ്ററല്ലേ, അതുപോലത്തെ ഒരു അഡാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നത് ഫോണിൻ്റെ അഡാപ്റ്ററിൽ കുത്തി ചാർജ് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ഇവിടെ C ഉണ്ട്, ഇത് കുത്തിയിട്ട് ബാറ്ററിനകത്ത് വെച്ചിട്ട് ഫ്ലാഷിൻ്റെ ബാറ്ററി വരുന്നതിൻ്റെ ഇതാണ്. റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത് എത്ര നേരം ചാർജ് ചെയ്യുമെന്നൊന്നും എനിക്കറിഞ്ഞണം. ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്തത്. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു ഫ്ലാഷാണ്, ഇങ്ങനെ ഒരു ഫ്ലാഷ് മേടിക്കണം. കാരണം ചില ഫംഗ്ഷനൊക്കെ ഫോട്ടോസൊക്കെ ഭയങ്കര ഡിമ്മായി പോകുമ്പോൾ ഞാൻ കരുതാറുണ്ട് ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്ന ഇങ്ങനെ വെച്ച് നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന വർക്കുകൾ എപ്പോഴും നമ്മുടെ കൂടെ അസിസ്റ്റൻറ്റ് കാണണമെന്നില്ല. ചില സാഹചര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. നമ്മളിതിൻ്റെ ബാറ്ററി വേണ്ടി ഇവിടായിട്ടാണ് ഇടുന്നത്. ഇതിന് വേണ്ടി ഇവിടായിട്ടാണ് ഫ്ലാഷ് ഓൺ ആക്കുന്നത്. കണ്ടോ? ഇപ്പോൾ ഫ്ലാഷ് ഓണായി. പഴയ ഫ്ലാഷ് പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു വൈറ്റ് പേപ്പർ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് സോഫ്റ്റ് ചെയ്യാനെ കൊണ്ട് ചെറിയൊരു ഫിൽറ്റർ വരുന്നുണ്ട്. നമുക്ക് ഈ ഫ്ലാഷ് ഒരു ട്രിഗറായിട്ടും യൂസ് ചെയ്യാം. എനിക്കതാണ് ഇപ്പോൾ നമുക്ക് ട്രിഗർ ഇത് മൗണ്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ട്രിഗർ യൂസ് ചെയ്യാൻ വേറെ ട്രിഗർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് തന്നെ നമുക്ക് 3 ഫ്ലാഷ് കണക്ട് ചെയ്യാം. 3 ഫ്ലാഷ് കണക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. കാണുന്നുണ്ടോ? കണ്ടോ? ഇതിനകത്ത് M എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ ഫ്ലാഷിൻ്റെ ഇതാണ്. ABC അങ്ങനെ 3 ഫ്ലാഷ് കണക്ട് ചെയ്യാൻ പറ്റും. സോണി മൗണ്ട് ആണ്. ക്യാമറയുടെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്യുക. എന്തായാലും ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിന് എത്ര നേരം ചാർജ് നിൽക്കും, ഫോട്ടോസൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് നമുക്കറിയാൻ പറ്റും. ഇന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാനിടാം. പിന്നെ ഇത് വെച്ച് നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ടൊക്കെ എടുക്കണം. ക്യാമറ മൗണ്ട് ഫ്ലാഷ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്താൽ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് നമ്മളിത് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും കിട്ടുന്നത്. കാരണം ഇത് നമ്മൾ ക്യാമറ മൗണ്ടല്ലേ, നമുക്ക് ആംഗിളൊന്നും അത്രയ്ക്കും കൊണ്ട് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫ്ലാഷ് എടുത്തു, അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. നമുക്ക് ഈ ഫ്ലാഷ് വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. അതിൻ്റെ വേറെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം.